അതിൽ രേവതി എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈമേഴ്സാണ്. ഫൗസി ആണെങ്കിൽ, രേവതി ആയാലും, ഭവതാരിണി ആയാലും എല്ലാവരും. ഞാൻ മാത്രമേ ഉള്ളൂ അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയി. കുറച്ചല്ല, ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടാണ് ഈ മിത്രമായി ഫ്രണ്ട്ലി. അതുകൊണ്ട് രേവതി ഐ തിങ്ക് യൂസ് ടു ഡിപ്പെൻഡ് on me a lot in terms of understanding how this process actually works. രേവതി ഒരു അതിൻ്റെ മുമ്പേ കുറേ സീരിയലും ഇതും അതുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വേറെ ഒരു സംഭവമുണ്ട്. അന്ന് ഈ ആവിഡിലേക്ക് മാറുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു അത് എൻ്റെ രണ്ടാമത്തെ പടമാണ് ആവിഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതും ഒരു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ആവിഡ്. പക്ഷേ അതിൽ എനിക്ക് എങ്ങനെയോ എനിക്ക് ഭയങ്കര കോൺട്രിബ്യൂഷനായിട്ട് എൻ്റെതുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഒരു റിയാക്ഷൻ ആയാലും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ. ഇപ്പോൾ വലിയ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എഡിറ്റിങ്ങിൽ. ഇയാൾ ഈ ചാറ്റ് ചെയ്യുന്ന ആൾ ഹസ്ബൻഡ് തന്നെ ആണോ എന്ന് കാണിക്കണോ, അതോ അത് മിസ്റ്ററി ആയിട്ട് എൻഡ് വരെ വെക്കണോ? ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ എഡിറ്റിംഗ് വഴി ആണ് ശരിയാക്കിയത്, കൺസ്ട്രക്ട് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റും എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഇമോഷണൽ, വേണുടെ ഫസ്റ്റ് പടമായതുകൊണ്ട് എനിക്ക് ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുണ്ടായിരുന്നു. ആദ്യം മുതൽ ഞങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. കോസ്റ്റ്യൂംസ് ആയാലും ഞാനും സതീഷും കൂടെ കുറേ പോയി ഈ തുണിയൊക്കെ വാങ്ങിക്കാനും ഒക്കെ ആദ്യം മുതൽ കുറച്ച് ഇൻവോൾവ്മെൻറ്റ്, ഒത്തിരി ഇൻവോൾവ്മെൻറ്റ് ഇല്ലായിരുന്നു, പക്ഷേ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ആ പടത്തിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു എഡിറ്റേഴ്സ് ഡ്രീമായിരുന്നു. നമുക്ക് ഒരു റിയാക്ഷൻ വേണോ, അതുണ്ട്. കട്ട് ചെയ്യണോ, അത് വേറെ ഓപ്ഷനുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ ആ പടം ചെയ്യുമ്പോഴേ തന്നെ ഇപ്പോൾ ഒരു സീൻ ഞാൻ പറയാം. മഞ്ജു വാര്യർ മറ്റേ ക്യാപ്റ്റൻ രാജുയുടെ കൂടെയുള്ള ഈ സീനുണ്ടല്ലോ, അതിൽ ആ ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ അസാധ്യം. എനിക്ക് എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നറിയോ. നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ, പക്ഷേ റിയാക്ഷൻ ഷോട്ട്സ്, മൂവ്മെൻറ്റ്സ്, സ്വിഷ് പാൻ, അങ്ങനെ നമുക്ക് ആ ഒരു സീൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു രസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ദയയുടെ പിന്നെ മഞ്ജുയുടെ പെർഫോമൻസ്, എല്ലാവരുടെ പെർഫോമൻസ്, അതിൻ്റെ ഒരു സെറ്റപ്പ്, ഗെറ്റപ്പ് എല്ലാം കൂടെ നമുക്ക് ഒരു മാത്രമല്ല MT സാറുണ്ടായിരുന്നു കേട്ടോ. MT സാറിൻ്റെ ഒരു തണൽ വന്ന് കണ്ടിട്ട് രണ്ട് സജഷൻസ് പറയുന്നു. അതെല്ലാം കൂടെ ആയിട്ട് ആ ദയ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ദയല ഞാൻ ഈ പാട്ട് എനിക്ക് നല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പിന്നെ എഫേർട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സോങ് ഞങ്ങൾ മൊത്തം ഈ എഡിറ്റ് ടേബിൾ കുറച്ച് ഒരുപാട് മാറ്റിയായിരുന്നു, ഒരു ഡാൻസ് സീനൊക്കെ. അതുകൊണ്ട് ഒരു എഫേർട്ട്. പക്ഷേ അത് ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് തന്നെ വരും. അത് ഒരു എഫേർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു സോങ് ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ചിലപ്പം ഒരു ബീറ്റ് നമുക്ക് അവിടെ ഒരു ഷോട്ട് ഇട്ടാലോ അങ്ങനെയൊക്കെ വരും. അത് ഒരു കൺസ്ട്രക്ഷനാണ്, രസമുള്ള ഒരു പ്രോസസ്സാണ് അത് വാസ്തവത്തിൽ. ദയല ആ ക്ലൈമാക്സൊക്കെ, ദയല ഒരു ക്ലൈമാക്സ് അല്ലല്ലോ, ഒരുപാട് ക്ലൈമാക്സുകളുണ്ട്. അത് നല്ല രസമായിട്ട്. ഇപ്പോൾ ലാലിൻ്റെ ഒരു സീൻ, അവളെ കിഡ്നാപ്പ് ചെയ്യുന്ന അതൊരു സീൻ, പിന്നെ അവസാനം മൻസൂറിനെ കാണുന്ന അങ്ങനെ മൻസൂർ ഉറങ്ങിപ്പോകുന്നത്, അതൊക്കെ പല 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 ക്ലൈമാക്സ് ആയിട്ടാണ് ആ സിനിമ പോകുന്നുണ്ട്. കാര്യം അത് ഒരു ക്ലൈമാക്സ് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ആ സിനിമ പോയത്. അത് ഒരു രസമായിരുന്നു ചെയ്യുന്ന മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഷോട്ടുകളിലും ഒരു സെറ്റപ്പൊക്കെ നല്ല രസം. പിന്നെ ഇപ്പോൾ ലളിത ചേച്ചിയുടെ കുറച്ച് റോളേ ഉള്ളൂ, പക്ഷെ എന്നാ രസമായിട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും വിചാരം എഡിറ്റിംഗ് ടേബിളിൽ എല്ലാം ശരിയാക്കാം, കണ്ടിന്യൂറ്റി ആയാലും കളറായാലും എന്ത് വേണമെങ്കിൽ എഡിറ്റിംഗ് ടേബിളിൽ ഇപ്പോൾ കറക്റ്റാക്കി, ഇപ്പോൾ DI ഉണ്ട്, ആ വഴി ചെയ്ത് എല്ലാം കറക്റ്റാവും. പക്ഷേ യഥാർത്ഥത്തിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാറില്ല. ഒരു പടം എങ്ങനെ അതിൻ്റെ
ഇപ്പം നല്ല എഡിറ്റേഴ്സ് ഉണ്ട് കേട്ടോ, നമ്മുടെ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അവർ യൂസ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ഒരു ഷൂട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതല്ല യഥാർത്ഥത്തിൽ എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പടത്തിൻ്റെ ഒരു മൊത്തം കൺസ്ട്രക്ഷനാണ്. അതാണ്. ഇപ്പോൾ ഒരു വീട് കുറേ ബ്രിക്സ് ആയിട്ട് നമുക്ക് ഒരു വീട് ഉണ്ടാവില്ലല്ലോ. ആ ബ്രിക്സ് ഒരു രീതിയിൽ ലേ ചെയ്ത് അന്നേരമല്ലേ ഒരു അതെല്ലാം ഒരു വീടൊക്കെ ആവുന്നത്. അതാണ് ഈ എഡിറ്റിങ്ങിൻ്റെ ഒരു ഇന്നത്തെ കാലത്ത് ഒരു പോരായ്മ. എല്ലാവരും ഒരു അതിൻ്റെ ആക്ച്വൽ ഒരു ഇത് നോക്കുന്നില്ല. കുറേ എഫക്ട്സും ഇതും അതും ഒക്കെ വെച്ച് ഇത് അവിടുത്തെ കുറേ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് ഇതെല്ലാം കൂട്ടി വരുമ്പോഴേ സിനിമ ആവുന്നെന്ന് ഒരു വിചാരം. വലിയ കമേഴ്ഷ്യൽ സിനിമ ഇപ്പോൾ ഹോളിവുഡ് ആണെങ്കിൽ പണ്ടേ ഇത് തന്നെയാണ്. എല്ലാവരും അവരവരുടെ ഭാഗം വന്ന് ചെയ്തിട്ട് പോവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണലും കുറച്ചുകൂടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ള സിനിമ ആകുമ്പോഴേ ഉറപ്പായിട്ട് ഒരു കൂട്ടായ്മയുടെ ഒരു ആവശ്യം. പക്ഷേ ഒരു തീരെ ഒരു ഇപ്പോൾ കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നോക്കുന്ന കമേഴ്ഷ്യൽ എന്ന ഒരു ഫോമിൻ്റെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് ഒരു മണി മേക്കിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് വെഞ്ചർ മാത്രമേ ഉള്ളൂ എന്ന് നോക്കുമ്പോഴേ അത് ആ രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഒരാൾ വന്ന് അവരുടെ ജോലി ചെയ്തു, ഒരാൾ വന്ന് അവരുടെ ലൈൻ ചെയ്തു. പക്ഷേ അതേ വേറെ രീതിയിൽ കാണുവാണെങ്കിൽ സിനിമ നമ്മുടെ ഒരു ആർട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അന്നേരം എല്ലാവരുടെയും ഒരു ആവശ്യം.